കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 18-ാം സങ്കീർത്തനം 8-ാം വാക്യം. അവൻ്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി, അവൻ്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ടു, ദഹിപ്പിച്ച് തീക്കനൽ അവങ്കിൽ നിന്ന് ജ്വലിച്ചു. പാഴും ശൂന്യവും ക്രമരഹിതവുമായിരുന്ന ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചപ്പോൾ ഫലഭൂയിഷ്ഠവും ദൈവിക ക്രമങ്ങളിലേക്കും പ്രപഞ്ചം രൂപപ്പെടുന്നു. ദൈവത്തിൻ്റെ ക്രമങ്ങളെ തകർക്കുന്ന ശക്തികളെ നേരിടുവാൻ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നു. ദൈവം സൃഷ്ടിച്ച ക്രമത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ക്രമരാഹിത്യത്തിനെതിരെയാണ് ദൈവം കോപിക്കുന്നത്. ഭൂമി ഞെട്ടിവിറക്കുകയും മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളവുകയും പുകയും തീയും യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നത് ഭൂമിയിലെ ക്രമത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനാണ്. സർവശക്തൻ്റെ കോപത്തിൻ്റെ ഉഗ്രതയും തീഷ്ണതയുടെ പാരമ്യത്തെയും ഈ വാക്യത്തിലൂടെ ദാവീദ് വരച്ചു കാട്ടുന്നു. ഈ ദൈവീക കോപത്തിൻ്റെ മധ്യത്തിലും ദൈവവേദന രക്ഷയ്ക്കായി സ്വർഗം ചായച്ച് ഇറങ്ങി വരുന്ന ദൈവത്തെ കാണുവാൻ കഴിയും. ലോത്തും കുടുംബവും പാർത്ത സോദോം ഗൊമോറ ദൈവകോപത്താൽ ചാമ്പലാവുമ്പോഴും ലോത്തിനെയും കുടുംബത്തെയും ദൈവം തന്നെ ദൂതന്മാരാൽ വിടുവിക്കുന്നു. പ്രിയ സ്നേഹിതരെ, കോപത്തിൻ്റെ മധ്യത്തിലും കരുണയുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. ക്രമം കെട്ട പ്രപഞ്ച ജീവിത സാഹചര്യങ്ങളിലും കരുണ കാണിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. പ്രാർത്ഥിക്കും. കർത്താവേ, ഇന്നത്തെ ജീവിതക്രമങ്ങളിൽ ദൈവത്തെ മറന്ന് ജനം ജീവിക്കുമ്പോൾ ദൈവകോപത്തിൽ അകപ്പെടാതെ ദൈവകരുണയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.